ഗൗരംഗ ചക്രവർത്തി ജനിച്ചത് പശ്ചിമ ബംഗാളിലെ കൽക്കട്ടയിൽ. എന്നാൽ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ മുഴുവൻ ആരാധകരുള്ള വ്യക്തിയായിരുന്നു ഇദ്ദേഹം. സാക്ഷാൽ മിഥുൻ ചക്രവർത്തി. 1976-ൽ മൃണാൾ സെന്നിൻ്റെ മൃഗയ എന്ന ചലച്ചിത്രത്തിലൂടെയാണ് ഹിന്ദി ചലച്ചിത്ര മേഖലയിലേക്ക് പ്രവേശിക്കുന്നത്. ആദ്യ സിനിമയിലെ അഭിനയത്തിന് തന്നെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുകയും ചെയ്തു. മിഥുൻ ചക്രവർത്തി എന്ന താരത്തെ മെഗാ താരമാക്കി മാറ്റുന്നത് ബി സുഭാഷ് സംവിധാനം ചെയ്ത ഡിസ്കോ ഡാൻസർ എന്ന ചലച്ചിത്രമാണ്. ഒരു ബ്ലോക്ക് ബൂസ്റ്റർ ആയി മാറിയ ഡിസ്കോ ഡാൻസർ ഇന്ത്യൻ സിനിമയിൽ ആദ്യമായി 100 കോടി കളക്ട് ചെയ്യുന്ന ചിത്രവുമായി. ഇന്ത്യൻ യുവത്വം ഡിസ്കോ ഡാൻസറിലെ പാട്ടുകളും ഡാൻസും ആവേശത്തോടെ ഏറ്റെടുക്കുകയായിരുന്നു. സംഭവ ബഹുലമായിരുന്നു മിഥുൻ ചക്രവർത്തിയുടെ ജീവിതം. ഒരു നക്സലൈറ്റ് ആയിരുന്ന മിഥുൻ അതുപേക്ഷിച്ച് നാടകത്തിലേക്കും തുടർന്ന് സിനിമയിലേക്കും എത്തുകയായിരുന്നു. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനമാണ് അദ്ദേഹത്തെ സിനിമയിലേക്ക് എത്തിക്കുന്നത്. മറ്റു നടന്മാരിൽ നിന്നും തീർത്തും വ്യത്യസ്തനാണ് ശ്രീ മിഥുൻ ചക്രവർത്തി. കൊമേഴ്സ്യൽ സിനിമകളിലെ തലപ്പൊക്കത്തിൽ നിൽക്കുമ്പോൾ തന്നെ സമാന്തര സിനിമകളിലും അഭിനയിച്ചു. 3 തവണ ദേശീയ പുരസ്കാരം നേടിയ മിഥുൻ ചക്രവർത്തി സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡും സ്വന്തമാക്കി. ഒരു വർഷം ഏറ്റവും കൂടുതൽ സിനിമയിൽ നായകനായി അഭിനയിച്ചതിൻ്റെ റെക്കോർഡും ഇന്ന് മിഥുൻ ചക്രവർത്തിയുടെ പേരിൽ തന്നെ. 19ഓളം ചിത്രങ്ങൾ.